നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 12, 2025 വെള്ളി. ഇന്ന് ഇന്ത്യയിൽ നിന്നും നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ റിലീസ് ഉണ്ട്. മാത്രമല്ല ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും US പ്രസിഡന്റും തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി. ഇവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 25 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഫെഡ് നടപ്പിലാക്കിയതിനെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ IT, മെറ്റൽ, ബാങ്കിംഗ്, ഫൈനാൻഷ്യൽ സ്റ്റോക്കുകളിൽ ഉടലെടുത്ത വാല്യൂ ബൈയിങ്ങിന്റെ ഫലമായിട്ട് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകൾക്കുണ്ടായ നഷ്ടത്തിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. എങ്കിലും ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 2020.94 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3796.07 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,950, 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് 26,000 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ തുടർന്ന് 26,200, 26,300 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,800 എന്ന ലെവൽ, എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,800 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. തുടർന്ന് 25,700 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMA നിലനിൽക്കുന്നതും. അതിനാൽ തന്നെ 25,700 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും ഒത്തിരിയേറെ മാക്രോ ഇക്കണോമിക് ഡേറ്റകളുടെ റിലീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ റിലീസാണ്. അതിനു പുറമെ ബാങ്ക് ലോണിന്റെ ഗ്രോത്ത്, ഡിപ്പോസിറ്റ് ഗ്രോത്ത്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ ഡേറ്റകളുടെയൊക്കെ റിലീസ് വൈകുന്നേരം 4 മണി തുടങ്ങി 5 മണി വരെ നടക്കാനിരിക്കുന്നു. ഇന്നലെ US നിന്നും റിലീസ് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒക്ടോബർ മാസത്തെയും നവംബർ മാസത്തെയും പ്രൊഡക്ഷൻ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയുടെ റിലീസ് ഓപ്പറേഷണൽ ഇഷ്യൂ മൂലം ജനുവരി 14, 2026 മാറ്റിവെക്കുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ഉച്ചയ്ക്ക് 12:30 UK നിന്നും ഒക്ടോബർ മാസത്തെ GDP ഡേറ്റയുടെ റിലീസ് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും US പ്രസിഡന്റുമായി സംസാരിക്കുകയുണ്ടായി. പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഇന്തോ പസഫിക് സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇരുവരും തമ്മിൽ നടത്തുകയുമുണ്ടായത്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്കിന് 0.5%, ഡോക്ടർ റെഡ്ഡീസിന് 1.5%, HDFC ബാങ്കിന് 1%-ലേറെയും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ICIC ബാങ്ക് ADRന് 0.5%, ഇൻഫോസിസ് ADRന് 1.5%, വിപ്രോ ADRന് 2%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ ഒറാക്കിളിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് നിരാശപ്പെടുത്തിയതിനെ തുടർന്ന് 11% ഇടിവ് സിംഗിൾ ഡേ കൊണ്ട് സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി. ഇത് മറ്റുള്ള AI സ്റ്റോക്കുകളുടെ വാല്യുവേഷൻസിലും ആശങ്ക വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ മാർക്കറ്റിന് അനുകൂലമായി വന്നതിന്റെ പോസിറ്റീവ്നെസ് ഒക്കെ വൈപ്പ് ഔട്ട് ആക്കിയതിനെ തുടർന്ന് ഇന്നലെ S&P 500-ന് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ യുഎസിന്റെ ടെക്നോളജി സ്റ്റോക്സ് ഇൻഡെക്സ് ആയ നാസ്ഡാക്ക് 4% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റിന് 0.5%-യും ഫ്രാൻസ് മാർക്കറ്റിന് 0.25% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ജർമ്മൻ മാർക്കറ്റിനും 0.5%-ലേറെ നേട്ടം കൈവരിക്കുവാനുമായി. ഇന്ന് വെളുപ്പിനെ 2:45 വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.5%-നടുത്തും കൊറിയൻ മാർക്കറ്റ് 1%-നടുത്തും നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $61.57 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $57.93 പെർ ബാരൽ എന്ന നിലയിലേക്കുമായിട്ട് എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വിലയിലും വീണ്ടും കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് 4,276
$0.91 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്നലെയുണ്ടായ നേട്ടത്തെ തുടർന്ന് 0.55 എന്ന അൾട്രാ ബെയറിഷ് ആയിട്ടുള്ള ലെവലിൽ നിന്നും 0.84 എന്ന ലെവലിലേക്ക് നിഫ്റ്റിയുടെ PCR എത്തിച്ചേർന്നു. മാക്സ് പെയിൻ 25,900 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. മാത്രമല്ല ഇന്നലത്തെ റാലിയുടെ ഫലമായി തന്നെ ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിനെയും പോസിറ്റീവ് ട്രെൻഡിനെയും സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നതും. മാത്രമല്ല RSIയും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 49.62 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം 26,350 എന്ന സ്ട്രൈക്കിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ടും സാധിക്കുക. 25,800 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.87 എന്ന നിലയിലും മാക്സ് പെയിൻ 59,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് പ്രീവിയസ് ഡേയുടെ നഷ്ടങ്ങളൊക്കെ നികത്തുവാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചെങ്കിലും തൽഫലമായി ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ഗ്രീൻ ക്യാൻഡിലാണ് ദൃശ്യമാകുന്നതും. ബാങ്ക് നിഫ്റ്റിക്ക് അതിന് നഷ്ടപ്പെട്ട ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMAയുടെ മുകളിലായിട്ട് ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും 10-day EMAയ്ക്ക് മുകളിലായിട്ട് എത്തിച്ചേരുവാൻ സാധിക്കുകയുണ്ടായില്ല. 10-day EMA ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയും 55.78 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. പുട്ട് സൈഡിൽ 59,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. രാമ സ്റ്റീൽ ട്യൂബ്സ് UAE ആസ്ഥാനമായുള്ള ഉയർന്ന കൃത്യതയുള്ള നിർമ്മാണ സേവനങ്ങൾ, മെഷീനുകൾ, ഘടകങ്ങൾ എന്നിവയുടെ ദാതാക്കളായ ഓട്ടോമേക് ഗ്രൂപ്പിനെ 728 കോടി രൂപ മുടക്കിക്കൊണ്ട് ഏറ്റെടുക്കാനുള്ള പദ്ധതി കമ്പനി പ്രഖ്യാപിച്ചു. കാൻസായി നെറോലാക് പെയിന്റ്സ് ശ്രീലങ്കയിലെ കാൻസായി പെയിന്റ്സ് ലങ്കയിലെ കമ്പനിയുടെ 60% ഓഹരികളും വിൽക്കാൻ ബോർഡ് അനുമതി നൽകുകയുണ്ടായി. TRF ഡിസംബർ 11 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ശ്രീ ആനന്ദ് ചന്ദ് രാജിവെക്കുകയുണ്ടായി. NBCC ഇന്ത്യ നാൽക്കോയിൽ നിന്ന് 255.5 കോടി രൂപയുടെ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഓർഡറും സെയിൽ ബൊക്കോറോയിൽ നിന്ന് 33.89 കോടി രൂപയുടെ മറ്റൊരു ഓർഡറും കൂടി കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. വേദാന്ത ജഞ്ചാന നിക്കൽ ക്രോമിയം PGE ബ്ലോക്കിന്റെ വിജയകരമായ ലേലക്കാരനായി കമ്പനിയെ പ്രഖ്യാപിക്കുകയുണ്ടായി. പനാസ കൺസ്യൂമർ PTM വെഞ്ചേഴ്സിന്റെ ഏറ്റെടുക്കൽ കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. 195 കോടി രൂപയുടെ എന്റർപ്രൈസസ് മൂല്യത്തിൽ 95% ഓഹരിയാണ് ഹൊനാസ ഏറ്റെടുക്കുന്നതും. സയന്റ് അബുദാബി ആസ്ഥാനമായുള്ള ടെക്നോളജി കൺസൾട്ടിംഗ് ഡിജിറ്റൽ സേവന ദാതാക്കളായ അബുദാബി ആൻഡ് ഗൾഫ് കമ്പ്യൂട്ടർ എസ്റ്റാബ്ലിഷ്മെന്റിനെ കമ്പനി ഏറ്റെടുക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.